നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കല്ലോട് എരിഞ്ഞിയമ്പലം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രതിഷ്ഠാദിന തൈപ്പൂയ മഹോത്സവവും 9ാമത് ഭാഗവത സപ്താഹയജ്ഞവും ആരംഭിച്ചു. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. പേരാമ്പ്ര കല്ലോട് എരഞ്ഞിയമ്പലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന തൈപ്പൂയ മഹോത്സവവും 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഫെബ്രുവരി 2 മുതൽ 11 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഇല്ലത്ത് ഡോക്ടർ പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൈപ്പൂയ മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി യജ്ഞവേദിയിൽ ദീപപ്രോജ്വലനം നടത്തിയതോടെയാണ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായത്. ഭാഗവത പണ്ഡിതൻ ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. യതിനോ ഭഗവാൻ പ്രീതം ഏകസർവഗുണാശ്രയം സർവഭൂതാത്മഭാവേന ദ്വിജോ ഭവതു വിജ്വരം. സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിനം ഉച്ചയ്ക്ക് 1 മണി മുതൽ സമൂഹ സദ്യ നടത്തി. വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര കൂത്താളി കമ്മോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് യജ്ഞവേദിയിൽ എത്തിച്ചേർന്നു. ക്ഷേത്രത്തിലെ കല്ലൂർ ഗ്രാമത്തിന്റെ പെരുമ വിളിച്ചോടുന്ന മഹോത്സവം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസമാണ് ഇന്ന്. ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തിലെ അതീവ ശ്രേഷ്ഠവും ഭാവസാഗര ധർമ്മസമൃദ്ധിയുമായ രുക്മിണി സ്വയംവരം കൂടാതെ അങ്ങോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കല്ലൂർ എരഞ്ഞിയമ്പലം സുബ്രഹ്മണ്യ സ്വരൂപത്തിലേക്ക് മടങ്ങിയിട്ടുള്ള രുക്മിണി സ്വയംവരം ഈ മന്ത്രങ്ങൾക്ക് ഭക്തിയുടെ ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. ഫെബ്രുവരി 9, 10 തീയതികളിൽ രാത്രി പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാപരിപാടികൾ അരങ്ങേറും. തൈപ്പൂയ മഹോത്സവ ദിനത്തിൽ അന്നദാനം, ഘോഷയാത്ര, തായമ്പക, ചുറ്റെഴുന്നള്ളത്ത് എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.